നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ ഒടുവിൽ കടുത്ത നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. താരങ്ങൾക്കിടയിൽ തന്നെ സംസാരിച്ചു തീർക്കേണ്ട വിഷയം പുറം ലോകത്തും വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ഇത് വിവാദങ്ങൾക്കും കാരണമാവുകയും ചെയ്യുകയാണ്. താരസംഘടനയുടെ തകർച്ചയ്ക്ക് തന്നെ ഇത് കാരണമാവുകയാണ്. ഇപ്പോഴിതാ ചാനൽ ചർച്ചകളിലും ഇതേക്കുറിച്ച് അഭിപ്രായം പങ്കുവെച്ച് താരങ്ങളൊക്കെ എത്തിയിരുന്നു. മല്ലിക സുകുമാരനും അമ്മയിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കുടുംബമേളയും വാർഷിക ജനറൽ ബോഡിയും ഒക്കെ നടക്കുമ്പോൾ പങ്കെടുക്കുന്നവർ വരെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. സംഘടനയിലെ വനിതാ ജീവനക്കാരുടെ വാക്കുകളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് താനെന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത്. ആദ്യത്തെ കുടുംബമേള ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ അവർ പണ്ടേ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന പരമാർത്ഥം ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. മാതൃഭൂമി ന്യൂസിലെ ചർച്ചയ്ക്കിടയിലായിരുന്നു മല്ലിക തന്റെ നിലപാട് വ്യക്തമാക്കിയത്. എനിക്ക് അതിലൊന്നും വിരോധമില്ല, അതിമോഹങ്ങളൊന്നുമില്ല. ചെറുപ്പക്കാർക്കും ചെറുപ്പമല്ലെങ്കിലും ചെറുപ്പക്കാരാണെന്ന് കാണിച്ച് ഓടിപ്പോകുന്നവർക്കുമൊക്കെ പോകാവുന്ന സംഘടനയാണ് അമ്മ. ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്തൊരു നാടകമുണ്ടെന്നുള്ളത് 100% സത്യമാണ്. ജാതീയം പറഞ്ഞാണല്ലോ അൻസിബയെ എല്ലാം പറയുന്നത്. ഏറ്റവും കൂടുതൽ ജാതിയുമായി അധിക്ഷേപിച്ച് ഒരു പടം സംവിധാനം ചെയ്തതിന്റെ പേരിൽ എന്റെ മകൻ അനുഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ആരോ പൈസ മുടക്കിയെടുത്ത പടം, ആരോ എഴുതിയ കഥയും തിരക്കഥയും. മലയാളത്തിന്റെ അഭിമാനമായ ലാലേട്ടൻ അത് സംവിധാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചെയ്തു. അതിന്റെ പ്രഖ്യാപനവും തയ്യാറെടുപ്പുകളും ഒക്കെയായി കുറെ കാലം പോയി. ജാതീയമായിട്ട് അധിക്ഷേപിച്ചത് മല്ലികയുടെയും സുകുമാരന്റെയും മകനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നില്ലേ അന്ന്? എന്നിട്ട് അന്ന് ആരും പ്രതികരിച്ചിരുന്നില്ല. അന്നു മുതൽ അതിനകത്തൊരു കോക്കസ് ഉണ്ട്. അതിനകത്തുള്ള പലരെയും നിയന്ത്രിക്കുന്നത് അവരാണ്. പുറത്തുള്ള ശക്തികൾക്ക് പല ഉദ്ദേശങ്ങളും കാണും. സാമ്പത്തികവും ബിസിനസ് പരമായിട്ടുള്ളതുമൊക്കെയായ നേട്ടങ്ങളായിരിക്കും അവരുടെ ലക്ഷ്യം. ഇതിനൊന്നും ഉൾപ്പെടുന്ന ഒരാളാണ് ശ്വേത എന്ന് എനിക്ക് തോന്നുന്നില്ല. 30 വർഷത്തിന് ശേഷം അമ്മയുടെ ഓഫീസിലേക്ക് പോയിരുന്നു. ശ്വേതയാണ് എന്നെ വിളിച്ചത്. നിങ്ങൾ ഈ ചെറുപ്പക്കാരൊക്കെ കൂടുന്നിടത്ത് നമ്മൾ എന്തോ ചെയ്യാനാണെന്ന് ആയിരുന്നു ഞാൻ ചോദിച്ചത്. ഇതല്ല ചേച്ചി, സൗജന്യമായ കാഴ്ച പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്, അതിലേക്കാണ് വിളിച്ചത്. അയ്യോ എന്റെ ചേച്ചി, വളരെ നല്ലൊരു കാര്യം. എന്റെ കണ്ണ് പരിശോധിച്ചു എന്നാണ് അവിടെ കൂടിയ മുതിർന്നവരെല്ലാം അന്ന് പറഞ്ഞത്. സൗജന്യമായിട്ട് കണ്ണട തരാമെന്ന് പറഞ്ഞു. തിമിര ശസ്ത്രക്രിയയും ഫ്രീ ആണ്. ഇതൊക്കെയാണ് നടത്തേണ്ടത്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ IFFKക്ക് ഡിന്നർ പാർട്ടി കൊടുക്കാൻ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ മന്ത്രിസഭ നമ്മുടെ കയ്യിലാണെന്ന് കുക്കു പറഞ്ഞു കേട്ടിരുന്നു. ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഞാനൊന്നും അറിയാതെയല്ല, പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മക്കളെയാണ് പറയുക. അമ്മയൊന്നും പറയണ്ട, ജോലി ചെയ്താൽ മതി എന്നാണ് അവരൊക്കെ പറയുന്നത്. ഒരു ആരോപണവും പരാതിയും കേസും ഒക്കെ കൊടുത്തവർ അങ്ങനെയാണ്. അത് അന്വേഷിക്കാൻ ഇവരൊക്കെയുള്ള സമിതി വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും പറയുമല്ലോ. എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലതിനൊക്കെ എന്റെ കയ്യിൽ തന്നെ തെളിവുണ്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുന്നവരെ വെച്ച് എനിക്കൊരു സമിതി വെച്ച് തരണമെന്ന് പറയാൻ പറ്റുമോ? ധ്യാനും മാലാപാർവതിയും രമേഷ് പിഷാരടിയും ഒക്കെ ജനപ്രിയരാണ്. അവരൊക്കെ അമ്മയിൽ വന്ന് മെഴുകുന്നവരാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് അവർ തന്നെ സമിതിയിൽ വേണമെന്ന് പറയുന്നത് എന്നുമായിരുന്നു മല്ലിക സുകുമാരന്റെ പ്രതികരണം. അതേസമയം നടി അൻസിബ ഹസൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറയുകയാണ് നടി ലക്ഷ്മിപ്രിയ. തങ്ങളെ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം തടഞ്ഞുവെച്ചു എന്ന അൻസിബയുടെ വാദം വാസ്തവവിരുദ്ധമാണെന്നും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ തന്റെ പക്കലുണ്ടെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. പോലീസിന് മൊഴി നൽകാൻ പോകുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ലക്ഷ്മി. തന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള വാട്സ്ആപ്പ് സന്ദേശം അൻസിബ അയച്ചതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകേണ്ടി വന്നതെന്നും ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കൃത്യമായി 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അന്ന് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അനാവശ്യ സന്ദേശത്തെക്കുറിച്ച് പലതവണ വിശദീകരണം ചോദിച്ചിട്ടും കൃത്യമായ മറുപടി നൽകാൻ അൻസിബ തയ്യാറായില്ല. തന്റെ കുടുംബത്തെ ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയത്. ഇതിന് പിന്നിൽ മറ്റ് അജണ്ടകളോ ആരുടെയെങ്കിലും പ്രേരണയോ ഇല്ല എന്നും വ്യക്തികൾ തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ താരസംഘടനയായ അമ്മ ഇടപെടേണ്ട കാര്യമില്ലെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. താൻ അയച്ച സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബയുടെ പരാതി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കെതിരെ അൻസിബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്.
തനിക്കെതിരെയുള്ള ലക്ഷ്മിപ്രിയയുടെ പരാതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും തന്നെ സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അൻസിബ ആരോപിച്ചിരുന്നു. മലയാള ചലച്ചിത്ര താരസംഘടന അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്നും നടി അൻസിബ ഹസൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ് അൻസിബ ഹസൻ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. വ്യക്തിപരമായ കാരണങ്ങളും തൊഴിൽപരമായ തിരക്കുകളുമാണ് രാജിക്ക് കാരണമെന്നായിരുന്നു വിശദീകരണം. എന്നാൽ താരസംഘടന അമ്മ ഭരണസമിതി പൂർണ്ണമായി രാജിവെച്ചൊഴിയണമെന്ന ആവശ്യവുമായിട്ടാണ് നടി മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത്. ടിനി ടോമിനെതിരായ നടി അൻസിബ ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് ആവശ്യം. സംഘടനയുടെ വിശ്വാസ്യതയും ധാർമ്മികതയും മുൻനിർത്തി ഭരണസമിതി രാജിവെച്ചൊഴിയണമെന്ന് സംഘടനയ്ക്ക് എഴുതിയ തുറന്ന കത്തിൽ മാലാ പാർവതി ആവശ്യപ്പെട്ടു. പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്നു. ഉൾപോരിന്റെ കേട്ടാൽ അറയ്ക്കുന്ന കഥകളാണ് പുറത്തുവരുന്നത്. ഭരണനിർവഹണത്തിൽ ആവശ്യമായ ആശയവിനിമയം സുതാര്യതയും ഉണ്ടായില്ല. അംഗങ്ങൾ തമ്മിലുള്ള പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും സംഘടനയുടെ അന്തസ്സിന് മുറിവേൽപ്പിച്ചു. നിലവിലെ പ്രതിസന്ധിയുടെയും ഭരണപരമായ പരാജയങ്ങളുടെയും ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണസമിതി സ്ഥാനമൊഴിയണമെന്നാണ് ഒരംഗം എന്ന നിലയിൽ എന്റെ അഭിപ്രായവും ആവശ്യവുമെന്നും മാലാ പാർവതി തുറന്ന കത്തിൽ കുറിച്ചു. മാലാ പാർവതിയുടെ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട അമ്മ സംഘടനയ്ക്ക് ഒരു തുറന്ന കത്ത്. അമ്മ സംഘടനയിൽ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവ വികാസങ്ങളെ അതീവ ഖേദത്തോടെയും ആണ് ഞാൻ കാണുന്നത്. മുൻകാലങ്ങളിലും അമ്മ സംഘടന പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സംഘടന പൊതുസമൂഹത്തിന്റെ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. എന്നാൽ അവയിൽ പലതും സംഘടനയുടെ ആഭ്യന്തര ഭരണ നിർവഹണവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളും വിവാദങ്ങളും പരിശോധിക്കുമ്പോൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്നതായി തോന്നുന്നു. സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. പകരം ഉൾപോരിന്റെ കേട്ടാലറയ്ക്കുന്ന കഥകളാണ് പുറത്തുവരുന്നത്. നീനാക്കുറുപ്പിനെതിരെ ലക്ഷ്മിപ്രിയ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിരുന്നു. ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുമ്പാകെ ബന്ധപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ പോലും സാധിച്ചില്ല എന്നാണ് അറിയുന്നത്. അത്തരം സാഹചര്യവും സംഘടനയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതാണ്. ഓഫീസ് മാനേജർ അതുല്യയെ പുറത്താക്കിയ നടപടിയെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളും ആശങ്കാജനകമാണ്. സെക്യൂരിറ്റി ജീവനക്കാരനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു. അത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് പരാതി വാങ്ങി ആവശ്യമെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കാതെയും ബന്ധപ്പെട്ട ഭരണസമിതിയെ യഥാവധി അറിയിക്കാതെയും ജനറൽ സെക്രട്ടറി സ്വന്തമായി നടപടികൾ സ്വീകരിച്ചതായി പുറത്തുവരുന്ന വിവരങ്ങൾ ഗുരുതരമായ ഭരണപരമായ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഘടനയുടെ വൈദ്യുതി ബിൽ ഓഫീസ് മാനേജറുടെ ശമ്പളത്തിൽ നിന്നും അടയ്ക്കാൻ ആവശ്യപ്പെട്ടതായി അറിയുന്നു. അത് തിരിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ പോലും ഇത്തരം നടപടികൾ അമ്മ പോലെ ഒരു സംഘടനയുടെ ഭരണരീതിയുമായി പൊരുത്തപ്പെടുന്നതല്ല. സ്റ്റാഫായി വന്നവരെ ഭരണസമിതി അംഗങ്ങൾക്കുള്ള അതേ അധികാരം നൽകിയത് ഭരണനിർവഹണത്തിന്റെ പിഴയാണ്. ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ ആവശ്യമായ ആശയവിനിമയവും സുതാര്യതയും ഈ കാലയളവിൽ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരുന്നു. അംഗങ്ങളുടെ ഫോൺ വിളികൾക്ക് മറുപടി ലഭിക്കാത്തതും നിർണായക വിഷയങ്ങളിൽ വ്യക്തതയില്ലാത്തതും സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. അംഗങ്ങൾ തമ്മിലുള്ള പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും സംഘടനയുടെ അന്തസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിലെ പ്രതിസന്ധിയുടെയും ഭരണപരമായ പരാജയങ്ങളുടെയും ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭരണസമിതി സ്ഥാനമൊഴിയണമെന്നാണ് ഒരു അംഗം എന്ന നിലയിൽ എന്റെ അഭിപ്രായവും ആവശ്യവും. അൻസിബ ഉന്നയിച്ച വിഷയവും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടതുണ്ട്. വർഗീയതയോ വിവേചനമോ സംബന്ധിച്ച ആരോപണങ്ങൾ പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാകുന്നത് സ്വാഭാവികമാണ്. അത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിനേക്കാൾ ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുകയാണ് സംഘടനയുടെ ഉത്തരവാദിത്തം. അൻസിബ, നീനാക്കുറുപ്പ് തുടങ്ങിയ അംഗങ്ങൾ നൽകിയ പരാതികൾക്ക് പുറമെ മറ്റു പരാതികളും നിലനിൽക്കുന്നുവെന്നാണ് പറയുന്നത്. അത്തരം വിഷയങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ നിഷ്പക്ഷമായും വിശ്വാസ്യതയോടെയും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാതിരുന്നത് നിരാശാജനകമാണ്. അംഗങ്ങൾ തമ്മിലുള്ള അനുചിതമായ ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള പരാതികളും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം സംഘടന ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്.
ഞാനും ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകരും പൊതുമുഖങ്ങളുമായിരിക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലിനും ചോദ്യങ്ങൾക്കും വിധേയരാകുന്നത് സ്വാഭാവികമാണ്. ഒളിച്ചിരിക്കുക എന്നത് എന്റെ രീതിയല്ല. നിയമപരമായ തെറ്റായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നിലവിലെ ഭരണസമിതിയിൽ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ ഈ കത്ത് എഴുതുന്നത് എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അമ്മ സംഘടനയുടെ താല്പര്യവും വിശ്വാസ്യതയും മുൻനിർത്തി നിലവിലെ ഭരണസമിതി രാജിവെക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു. ഉത്തരവാദിത്തോടെ മാല പാർവതി എന്നായിരുന്നു താരം പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.